أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنه هو أضحك وأبكى صدق الله العظيم. നമ്മളിന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് എപ്പിസോഡിൽ ഇരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ കമൻറ്റിലായിട്ടും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടായിട്ടും ഉപ്പിൻ്റെ പേജുകളിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ എപ്പിസോഡ് നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എന്താണ് പ്രയാസം എന്നറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഈ എപ്പിസോഡ് ഇറങ്ങാത്തതിൻ്റെ. അപ്പോൾ നമ്മളും അപ്രതീക്ഷിതമായിട്ടാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ലാഗാക്കി കൊണ്ടുപോയതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു പോയി. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു വലിയൊരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പോൾ അറിയാതെ ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പ് ഏകദേശം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നി. വായിക്കില്ല ഒന്നുമില്ല. ബേസിക്കലി നമ്മളൊരു പ്രൊഡക്ഷൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയാണ്. ഫുൾ ടൈം ആയിട്ടല്ല നമ്മൾ ഉപ്പുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഈ കോഴ്സ് എൻഡ് ചെയ്യുന്ന തിരക്കിലാണുള്ളത്. റെഡി ഇല്ല, അത് കോഴ്സ് എൻഡ് ചെയ്യുന്ന തിരക്കിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. പ്രത്യേകിച്ച് എനിക്കുള്ളത് ഫൈനൽ ഫിലിമാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെതായ എല്ലാവിധ ഓട്ടങ്ങളിലാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഷെഡ്യൂളും ടൈമില്ല. എങ്ങൾക്കും അതേപോലെ തിസീസും ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പ്രയോറിറ്റീസ് കയറി വന്നുകൊണ്ടാണ് തൽക്കാലം ഒരു പോസ് ചെയ്യാന്നുള്ള ആൾക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ്. പക്ഷെ ചർച്ചകളും ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പല എപ്പിസോഡിനുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ ചർച്ചകൾ ആലോചന. പക്ഷെ നമുക്കത് ഇരിക്കാൻ കഴിയുന്നില്ല ഇതിന്, ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ. അതാണ്. പിന്നെ ഇടയ്ക്ക് പിന്നെ ഓഫീസ് റൂം മാറുകയും ചെയ്തു പെട്ടെന്ന്. അപ്പോൾ പൊതുവേ നമ്മളിവിടെ റൂമിലാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും, ഇരിക്കാൻ പറ്റും. പക്ഷെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും നമുക്ക് ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നെ എനിക്ക് തോന്നുന്നത് എക്സ്റ്റെൻസീവ്ലി നമ്മളെല്ലാവരും വർക്കിലേക്ക് പോവുകയും ചെയ്ത്. നമ്മളെ ക്യാമ്പസ് വർക്കിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊക്കെ ഫ്രീലാൻസ് വർക്ക് കുറച്ചുകൂടി തീവ്രമായിട്ട് എടുത്തു എന്നുള്ളൊരു തോന്നൽ എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നി. നമ്മളത് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയോ എന്നുള്ളത്. നമ്മൾ മുമ്പ് കൂടുതൽ ഞാൻ ചെയ്തിരുന്ന ഉപ്പിൻ്റെ വർക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപ്പിനേക്കാൾ ഒരു പടി മുകളിൽ നമ്മൾ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇൻഷാ അല്ലാഹ് എന്തായാലും ആയത്ത് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എന്തായാലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സാധനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പം ഈ ആയത്തിൽ എന്തായാലും ഈ ആയത്തിൻ്റെ ഒരു അർത്ഥം വരുന്നത് സൂറത്തുൽ നജ്മിലെ ആയത്താണ്. അപ്പോൾ ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നഹു ഹുവ അദ്ഹക വ അബ്ക, അവനാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എന്ന് അള്ളാഹു വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് പറയുന്ന ഒരു ആയത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ആയത്തിൽ തദബ്ബുർ ചെയ്തുകൊണ്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത്? എന്നാ ഞാൻ പറയാം. എനിക്കിതിൽ നമ്മൾ കുറേ ആയാലും ഈ ആയത്ത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ ആയിട്ട് മനസ്സിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയത്ത്. അപ്പോൾ ഭയങ്കര ഒരു നമ്മൾ ഈ ആയത്ത് ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലില്ലാത്തൊരായത്താണ്. അപ്പോൾ സാധാരണ എനിക്ക് ജീവിതത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു തോന്നലാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ നമ്മൾ ഈ ഫിക്ഷൻ കൂടുതൽ വായിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നോവലുകളും സിനിമകളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. അത് എന്താണ് നമ്മളെ ജീവിതം നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് ഇങ്ങനെ മാറുകയാണെങ്കിൽ ആ ക്യാരക്ടേഴ്സിന് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാണെങ്കിൽ പിന്നെന്താ ഉണ്ടാവുക, പെട്ടെന്നൊരു ട്രാജഡി ആയിരിക്കും, ഒരു ട്വിസ്റ്റ് സംഭവിക്കും. അപ്പോൾ എനിക്കൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു തോന്നലാണ്. അതായത് ജീവിതത്തിൽ ഒരു പിടി ഇങ്ങനെ സന്തോഷങ്ങൾ പഠിച്ചോ അങ്ങനെ തരുമ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി വരും. ഇനി എന്തോ ഒന്ന് നല്ലൊരു അടിപൊളി ട്രാജഡി സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും, നമ്മുടേതല്ലാത്ത എന്തോ ഒന്ന്, പ്രകൃതിപരമായ എന്തോ ഒന്ന് നമുക്ക് ബാധിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഫിയർ നമുക്ക് ഉണ്ടാവും. അപ്പം ഈ സങ്കടം വരുമ്പോൾ നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു നാണം, കരയാൻ നാണം. സങ്കടം വരുമ്പോൾ എൻ്റെ ഒരു കുറവുകൊണ്ട് ഉണ്ടായതാണ്, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുറ്റബോധം, സന്തോഷിക്കാനുള്ളൊരു കുറ്റബോധം. ഇതിങ്ങനെ സന്തോഷിക്കാൻ പാടുണ്ടോ, ഇതിനപ്പുറം എന്തോ ഒരു പ്രയാസം എനിക്ക് വരുമോ. അപ്പോൾ സന്തോഷത്തിലും സങ്കടത്തിലും അതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ അതിനെ ഗ്രഹിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഈ ആയത്ത് റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഈ ആയത്ത് ഒരു നിലക്ക് ഭയങ്കര ആ നിലക്ക് സമാധാനം തരുന്നതാണ്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് തരുന്നത് പടച്ചോനാണ്. അപ്പോൾ സങ്കടം വരുമ്പോൾ അതിൽ നിന്ന് കരകയറാനും ആ സങ്കടത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാനും, സന്തോഷം വരുമ്പോൾ ആ സന്തോഷം അതേപടി ഗ്രഹിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ
ഈ ആയത്ത് ഇന്നെ പേഴ്സണലി സഹായിച്ചെന്ന് എനിക്ക് തോന്നി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിച്ചവനാണ് വനവും ഹക്ക വാബുക്ക, പഠിച്ചവൻ തന്നെയാണ് നമുക്ക് ചിരിയും അല്ലെങ്കിൽ സങ്കടവും സന്തോഷവും തരുന്നത് എന്നുള്ളത്. അപ്പം സഫ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെയും ജീവിതവും ഒരിക്കലും കൺസിസ്റ്റൻ്റായിട്ട് ഒരേ ഇതായിരിക്കില്ല. അതിലെന്താണ് സന്തോഷം ഉണ്ടാവും, അതിലെന്താ സങ്കടം ഉണ്ടാവും. അപ്പം ഇതിങ്ങനെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലാണ്. അപ്പോൾ എന്താണ് ചില ദിവസം നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും, ചില ദിവസം ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു സാധനം വെച്ചാൽ നമ്മൾ പഠിച്ചോനെ ആലോചിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടം ഉണ്ടാകുമ്പോഴും ഇതൊക്കെ തന്നിട്ടുള്ള ആരാണ്? അത് പഠിച്ചോനാണെന്നുള്ള ആലോചന നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പഠിച്ചോനെ നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാം, നമ്മളെക്കാട്ട് കൂടുതൽ അറിയാം പഠിച്ചോനാണ്. അതുകൊണ്ടാണ് പഠിച്ചോൻ നമുക്ക് നമ്മൾ ഏറ്റവും വേണ്ട സമയത്ത് സന്തോഷം തരുന്നതും നമ്മൾ വേണ്ട സമയത്ത് എന്താണ് നമുക്ക് നമ്മളെ ചില സമയത്ത് സങ്കടം തരുന്നത് അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ പഠിച്ചോനെ നമുക്ക് കറക്റ്റ് അറിയാം നമ്മളെക്കുറിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തരുന്ന സന്തോഷത്തിലും സങ്കടത്തിലും നമ്മളെന്താണ് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾക്ക് ഒരു സാധനം കിട്ടി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷിക്കാനുള്ള ഒരു അവസരം കിട്ടി, അതിൽ പഠിച്ചോനെ മറന്നിട്ടുള്ളൊരു സന്തോഷം ഇല്ല. ആ സന്തോഷത്തിൽ നമ്മളെന്താണ് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ സങ്കടപ്പെട്ട് പഠിച്ചോൻ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നെ എന്തിനാണ് പഠിച്ചോൻ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് നമ്മളിങ്ങനെ ചിലപ്പോൾ ആലോചിച്ചു പോകും. അപ്പോഴും ആൾക്ക് എന്തിനാണെന്ന് വെച്ചാൽ പഠിച്ചോനെ കുറിച്ച് ആലോചിക്കാനാണ്. അതുകൊണ്ടാണ് ഹദീസിലും ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, വിശ്വാസിയുടെ ജീവിതം ഭയങ്കര അത്ഭുതമാണ്. ഓനെ എന്താണ് സങ്കടം വന്നാൽ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടാൽ ഓനെന്താ ക്ഷമിക്കും. ഇനി അവനിക്ക് സന്തോഷം വന്നാൽ എന്താണ് ഓനതിന് ശുക്ർ ചെയ്യും. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എവിടെ എന്താണെങ്കിലും സമാധാനമാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചോനിലേക്ക് എടുക്കുക, പഠിച്ചോനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് യാത്രയിൽ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നിയ സാധനം. ഇതന്നെ ഏകദേശം ഈ സാധനമൊക്കെ തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ തദബ്ബൂറിൽ ഞാൻ ഫീൽ ചെയ്തൊരു സംഗതി, പല കാര്യങ്ങളും നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ അതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നത്. ഞാൻ പൊതുവേ അങ്ങനെ പല എപ്പിസോഡുകളിലും ഇങ്ങനെ പറയാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. എന്നാലും ഈ എപ്പിസോഡിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തെ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തെ അളക്കാൻ പറ്റില്ല എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഏതൊരു എപ്പിസോഡിൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഏതൊരു ഗസ്റ്റിൻ്റെ എപ്പിസോഡിൽ. അതായത് യൂസുഫ് നബിൻ്റെ കഥ അഹ്സനുൽ ഖസസ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. നഹ്നു നഖുസ്സു അലൈക അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഖസസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഥ. അപ്പോൾ ഈ കഥയിലെ ഓരോ ഘട്ടങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിതിൽ നല്ല കഥയായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഉപ്പക്ക് മോനോടുള്ള അമിതമായ സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്, മകനെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ ജയിലിൽ പോകുന്ന കഥ ഉണ്ടായില്ല. അപ്പം ഇതിലെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നല്ലതായിട്ട് തോന്നില്ല. പക്ഷെ അതിൻ്റെ ഒക്കെ എൻഡിൽ ഒരു സന്തോഷമായിട്ടുള്ളൊരു എൻഡിങ് പഠിച്ചവൻ കൊടുക്കുന്നുണ്ട് അവിടെ. അതല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രാജാവായി മാറുന്നത് ഒരുപാട് പ്രയാസങ്ങൾ പിന്നിട്ട് പോയിട്ടാണ്. പക്ഷെ ആ പ്രയാസങ്ങൾ മാത്രം നമ്മളെ ലൈഫിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ ഒരിക്കലും പഠിച്ചവനോട് പറയില്ല. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയാണ്. പഠിച്ചവന് നമുക്ക് നമ്മളൊരു സ്ട്രക്ചർ, നമ്മളെ മൈൻഡിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് ജീവിതത്തിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. നമ്മൾ ഇന്നത് നേടി, പൈസ സമ്പാദിച്ചു, കല്യാണം കഴിഞ്ഞു, കുറച്ച് അങ്ങനെ മുന്നോട്ട് പോയി, നല്ലൊരു കാറ് വാങ്ങി, നല്ലൊരു വീട് വെച്ചു, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷം. അതാണ് നമ്മുടെ ലൈഫിൻ്റെ ആത്യന്തിക ഒരു എൻഡ് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് പഠിച്ച ഒരു സങ്കടം തരും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിയ കാറ് നമുക്ക് ഡെയിലി പണി വന്നുകൊണ്ടിരിക്കും, നമ്മൾ ആഗ്രഹിച്ച് കല്യാണം കഴിച്ച ആൾ നമുക്ക് നിരന്തരം പണി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ പഠിച്ചോ നമ്മളെ പിടിച്ചെന്ന് തരും. അപ്പോൾ ആ പിടിക്കുന്നിടത്ത് നമ്മൾ തളർന്നു പോകാൻ പാടില്ല. പഠിച്ചോനാണ് ഇത് തരുന്നത്. ഈ യുക്തിമാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സന്തോഷം ആദ്യം തരുന്നത്, പിന്നീട് അതിന് കരയിപ്പിക്കാനും സാധ്യത ഉള്ളത് പഠിച്ചോനാണ്. നേരത്തെ അബുലാല പറഞ്ഞത് ഭയങ്കര പോയിന്റാണ്. അതായത് അത്യധികമായിട്ട് അള്ളാഹുവിനെ മുന്നിൽ കാണാതെ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ദുഃഖിക്കേണ്ടി വരുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഒരു പടത്തലവൻ, ആ പടത്തലവൻ സ്വന്തം സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് പോലെയാണ് പഠിച്ചവനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ തിന്മ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ ജീവിതത്തിൽ കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് പോകുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പഠിച്ചവനോട് യുദ്ധം ചെയ്യുകയാണ്. നമ്മൾ ആ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? ഇതൊക്കെ തന്ന പഠിച്ചവനോട്. നമുക്ക് ചിരിക്കാൻ അവസരം തന്നെ, നമുക്ക് കരയാൻ അവസരം തന്ന പഠിച്ചവനോട് നമ്മൾ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നമ്മളെ പലർക്കും മിസ്സായി പോകുന്ന നമ്മളുടെ സർക്കിളുകളിലായിക്കോട്ടെ, നമ്മളെ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, നമ്മൾ മറ്റേതെങ്കിലും അവസ്ഥയിൽ കാണുന്ന ഒരുപാട് ആളുകൾക്ക് മിസ്സായി പോകുന്ന ഒരു കോൺസെപ്റ്റ്, ലൈഫിൽ മിസ്സായി പോകുന്ന കോൺസെപ്റ്റും ഇത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഠിച്ചവനാണ് ഇതൊക്കെ തരുന്നത്. ഈ അർത്ഥത്തിൽ ചിരിക്കാൻ അവസരം തരുന്നതും പിന്നീട് ഒരിക്കൽ കരയിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഇതൊക്കെ ആത്യന്തികമായി അള്ളാഹുവിൽ എത്തിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാവണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഈ 2 മാസത്തെ ഗ്യാപ്പ് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും.
ഉപ്പിൽ പ്രൊഡക്ഷൻ നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ പലരും കാണുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ഞാൻ മുമ്പ് ഓപ്പണായിട്ട് പറയാം, എനിക്ക് മുമ്പ് ഒരു തോന്നലുണ്ടായിരുന്നു ഈ എപ്പിസോഡുകൾ ആഴ്ചയിൽ ഇറങ്ങാൻ ഒരു പണിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ എപ്പിസോഡുകൾ ഇറങ്ങി പോവുക, വളരെ കൂളായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്താമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. നമ്മളിങ്ങനെ ഈസി ആയിട്ട് വിചാരിക്കില്ല. ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ വിചാരിച്ചിരുന്നോ? ഞാൻ വിചാരിച്ചിരുന്നു ആഴ്ചയിൽ ഇത് ഇപ്പോഴും എന്തായാലും ഇറങ്ങിപ്പോകും, വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പ്രൊഡക്ഷൻ സിമ്പിളാണ്, നമുക്ക് അതിൻ്റെ പ്രീ പോസ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ആളുകളുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വളരെ കൂളായിട്ട് 2 മാസം പഠിച്ചതിനോട് തള്ളി നീക്കി. ഐ മീൻ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് 2 മാസമായിട്ട് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പം പഠിച്ചവനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതർത്ഥത്തിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാവുക. അള്ളാഹു അർത്ഥത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين.